അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇഞ്ചി അരിഞ്ഞ് ഇങ്ങനെ സ്മോൾ ചതുരമായിട്ട് അരിഞ്ഞെടുക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക്, കുറച്ച് പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും ഇങ്ങനെ കുനുകുനാ അരിയണം, കുഞ്ഞതായിട്ട് അരിയണേ. എണ്ണ ചൂടിൽ കുറച്ച് നേരം വെച്ചിട്ട് ഇങ്ങനെ വെക്കണേ. ഇപ്പം കുറച്ച് നേരം എണ്ണ ചൂടത്ത് ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് കടുകിടാം. ചൂടായി കഴിഞ്ഞിട്ട് ഇപ്പം റെഡി ആയിരിക്കുന്നുണ്ട്. ഇപ്പം കടുകിടാം. കുറച്ച് ഉലുവയുടെ ഇടാം അതിൻ്റെ കൂടെ. ഇപ്പം നമ്മൾ ഇടാൻ പോവാണേ. അത്ര ഇടണേ, കുറച്ച്. നമ്മളിവിടെ ഇത്രയും ഇഞ്ചിയും കുറച്ച് മുളകും പിന്നെ അടിയിൽ വെളുത്തുള്ളിയും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് 5 ടൈപ്പ് അച്ചാറാണ്. ആപ്പിളുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, നാരങ്ങയുണ്ട്. ഇതെല്ലാം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോവാണേ. ആദ്യം ഞങ്ങൾ ആപ്പിൾ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആപ്പിള് ഇത്ര സൈസായിട്ട് ഇട്ടാൽ മതി. ഇത്രയും ഇങ്ങനത്തെ സൈസിൽ. വലിയ വലുതും വേണ്ട, വലിയ കുഞ്ഞതും വേണ്ട, അത്രയും കുഞ്ഞതും വേണ്ട, മീഡിയം. ഓക്കെ. ഇനി ഞാൻ ഇത്രയും വെളുത്തുള്ളി ഹാഫായിട്ട് മുറിക്കാൻ പോവാണ്. ജസ്റ്റ് ഒരു ഹാഫായിട്ട് ഇത്രയും വെളുത്തുള്ളി, ഇത്രയും. ഓക്കെ. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞങ്ങൾ പ്രിപ്പയർ ചെയ്തത് ഇങ്ങോട്ടേക്ക് ഇടാൻ പോവാണ്. മുളക്, വെളുത്തുള്ളി പിന്നെ ഇഞ്ചിയും എല്ലാം ഇങ്ങോട്ടേക്ക്. വെരി ഫൈൻ ചോപ്ഡ് വൺസ്. സ്മോൾ കുനുകുനാ അരിഞ്ഞത്. ഇനി മിക്സ് ചെയ്തിട്ട് ആ എണ്ണയിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ആവട്ടെ. നന്നായിട്ട് ബ്രൗൺ നിറം വരുന്നവരെ ബ്രൗൺ വരെ ഇളക്കണം. ഓക്കെ. ബ്രൗൺ വരെ, ബ്രൗൺ കളർ ആവുന്നവരെ. ഉപ്പിടാൻ പോവാണ്. ഉപ്പ്, മഞ്ഞപ്പൊടി. ഉപ്പ് എത്ര ഇടണം? ഓക്കെ. അത് അപ്പയുടെ സ്പെഷ്യൽ ടെക്നിക്കാണ്. ഇനി മഞ്ഞപ്പൊടി, ഇനി എന്താണ്? ഇനി കുറച്ച് കരിവേപ്പില, പിന്നെ കുറച്ച് ആപ്പിൾ അച്ചാറല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അപ്പുറത്തേക്ക് വറക്കണം. ഇത് വറക്കുമല്ലേ അപ്പ? വേവിക്കുവാണ് ചെയ്യുന്നത്. ആപ്പിൾ അപ്പുറത്ത്. ആപ്പിൾ അച്ചാറിന് ആപ്പിൾ ആദ്യം വേവിക്കുന്നു. അതിനിവിടെ അച്ചാറിനുള്ള പ്രിപ്പറേഷൻ. അതിൽ കുറച്ച് ഉപ്പ്, ആപ്പിളിൽ കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഇളക്കുക. ഇതും മിക്സ് ചെയ്തോ.
ഇനി കുറച്ച് കരിവേപ്പില, കുറച്ചുകൂടെ കരിവേപ്പില, ആപ്പിൾ എത്ര നേരം വേവിക്കണം? 5 മിനിറ്റ് ആപ്പിള് വേവിക്കണേ. അപ്പുറത്തേത് ഇത് അത്. ആ സമയത്ത് അമ്മ വെളുത്തുള്ളി ഹാഫായിട്ട് മുറിച്ചോണ്ടിരിക്കുവാണ്. വെളുത്തുള്ളി അച്ചാറിന് വേണ്ടിയിട്ട്. ഇത് അടുത്ത അച്ചാറിനല്ലേ? ഇത് അടുത്ത അച്ചാറിനാണേ. ഇത് വെളുത്തുള്ളി അച്ചാറ്. ഇത് കുറച്ച് ഇളക്കിയായിരുന്നേ. ഇത് ആപ്പിൾ ആയോ അപ്പ? ആപ്പിൾ ആയേ? അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കളറായേ. അടിപൊളി കളറ്. ഇനി ക്യാരറ്റ് അച്ചാറിന്റെ പ്രിപ്പറേഷൻ. ക്യാരറ്റ് അങ്ങ് വേവിക്കാൻ വെച്ചേക്കുന്നു. ഉപ്പ്, മഞ്ഞപ്പൊടി, ഇനി മിക്സ്. അപ്പോൾ ഇതും 5 മിനിറ്റ് വേവിക്കണേ. ക്യാരറ്റ് ആണ്. ക്യാരറ്റ് അച്ചാർ നെക്സ്റ്റ്. ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇടക്കിടക്കൊന്ന് മിക്സ് ചെയ്യണേ, അല്ലെങ്കിൽ അടി പിടിക്കുവേ. ഓക്കെ, ഇനി അതുകൂടി ഒന്നുകൂടി മിക്സ് ചെയ്യാം. ക്യാരറ്റ് നല്ല കളറ്. ആപ്പിള്, ക്യാരറ്റ്. ഇപ്പൊ ഏകദേശം 5 മിനിറ്റ് ആയേ. ഇപ്പൊ ഈ ക്യാരറ്റ് എടുത്ത് മാറ്റാൻ പോവാണേ. ഇനി കുറച്ചുകൂടി എണ്ണ ഒഴിക്കുവാണ്. ഇനി ഇഞ്ചി ഇടാൻ പോവാണേ. ഇനി ഇഞ്ചി അച്ചാർ ഉണ്ടാക്കാൻ പോവാ. ഇനി സെയിം പ്രോസസ്. ഇനി ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഇടണം. ക്യാരറ്റിനും ആപ്പിളിനും ക്യാരറ്റിനും ചെയ്ത പോലെ ഇതിനും ചെയ്യണം. ഉപ്പ്, പിന്നെ മഞ്ഞപ്പൊടി, ഫ്രൈ
ഇനി മിക്സ് again. ഇനി ഇതൂടെ മിക്സ് ചെയ്യണം. ഇനി ഇഞ്ചിയും എടുത്ത് ദീവാണേ, അതും വേവിച്ച് കഴിഞ്ഞു. 5 minutes ആയി. ഇഞ്ചി റെഡി ടു ഗോ. ഇപ്പോൾ 3 അച്ചാറിൻ്റെ ഇത് റെഡിയായി. ഇനി അടുത്തത് വെളുത്തുള്ളി. അടുത്തത് ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, സോറി. ഇനി മിക്സ് again. ഇന്നത്തെ ഹൈലൈറ്റ് ആണ് ഗ്രേപ്സ് അച്ചാർ. ഇനി ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, വെളുത്തുള്ളി ഓൾമോസ്റ്റ് ഡൺ ആവാറായി. അതിൽ ഒന്നുകൂടെ ഉപ്പിടുവാണ്. കുറച്ചുകൂടെ ഉപ്പും മഞ്ഞപ്പൊടിയും. നമ്മൾ കുറച്ച് മുളക് പൊടിയും ഇടുവാണ്. കുറച്ച് മുളക് പൊടി. നല്ല കളർ കിട്ടും കേട്ടോ, നല്ല കളർ കിട്ടുവേ. അതിന് വേണ്ടിയാണേ, അതിനും കുറച്ച് എരിവിനും. ഞങ്ങൾ നല്ല എരിവിൻ്റെ ആളാണേ, അതുകൊണ്ട് ഞങ്ങൾ നല്ല എരിവ് ആഡ് ചെയ്യണ്ടേ. നല്ല എരിവ്. ഇനി കുറച്ച് ഇളക്കുവാണേ. ഇനി വെള്ളം ഇടണ്ടേ അമ്മ? വെള്ളം ഇടണ്ടേ? ഓ, വെള്ളം ഇടണല്ല, സോറി, വെള്ളം ഇടണല്ലേ. ഇനി അത് വേറെ ഇതിൽ ഇടുവാണ്. ഇത് ഇടുവാണ്. ഓക്കെ, ഇനി അമ്മ ഇടുവാണ്. പോരട്ടെ. ഇത് വെളുത്തുള്ളി അല്ലേ? ആ, വെളുത്തുള്ളിയാണ് ഇത്. ഇനി നമ്മുടെ ഹൈലൈറ്റ് ഗ്രേപ്സ്. കുറച്ച് എണ്ണ ആഡ് ചെയ്യുവാണ്. എല്ലാത്തിനും സെപ്പറേറ്റ് ആവുമ്പോൾ എണ്ണ ഇടണ്ടേ, എല്ലാത്തിനും. നല്ല കളറായിട്ടോ, റെഡിഷായേ. ഈ ക്യാമറ അത്രയും നല്ലതല്ല, അതുകൊണ്ട് മര്യാദക്ക് കാണാൻ പറ്റണില്ല. ബട്ട് നല്ല കളറായിട്ടോ, റെഡിഷായേ, ഭയങ്കര തിക്ക് റെഡ്. എന്നാ ലുക്കാ.
ഇന്നത്തെ ഹൈലൈറ്റ് ഗ്രേപ്സ്. ഓക്കെ. ഗ്രേപ്സ് ആണ് നമ്മുടെ ഹൈലൈറ്റ്. ഉപ്പ്, മഞ്ഞപ്പൊടി, ഓ ഷുഗർ. അപ്പൊ മധുരം ആയിക്കൂലേ അച്ചാറ്? കുറച്ച് ഷുഗർ അങ്ങിട്. ഷുഗർ മിക്സ് മിക്സ്. പെട്ടെന്നൊരു വേറെ കളറായല്ലേ. ഇനി അത് ഒന്നുകൂടെ മിക്സ് ചെയ്യണം. ഇടവിട വിട്ട് മിക്സ് ചെയ്യണം. മിക്സ് 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 മിക്സ്. Can I have a taste? ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ. അമ്മ ടേസ്റ്റ് ആണ്. ആ കയ്പ്പ് വന്നത് ഉലുവ ഇട്ടോണ്ടാണേ. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഒരു 5-6 പ്രാവശ്യം മിക്സ് ചെയ്യുമ്പോഴത്തേനും അതെല്ലായിടത്തും മിക്സ് ആയിട്ട് അത് മാറിക്കോളൂ കേട്ടോ. ആ കയ്പ്പ്, ആ ഉലുവയുടെ കയ്പ്പാട്ടോ. കുറച്ച് കഴിയുമ്പോൾ 5-6 ഇതാവുമ്പോൾ മാറിക്കോളും. 5-6 മിക്സ് ആവുമ്പോൾ മാറിക്കോളുവേ. ഇനി നമ്മൾ കുറച്ച് വിനെഗർ ഇടാൻ പോവാണേ. നമ്മൾ ഇതിൽ കുറച്ച് എണ്ണ ആഡ് ചെയ്തേ. കുറച്ച് എണ്ണ അതിൽ ആഡ് ചെയ്തു. മിക്സ് മിക്സ്. ഇനി അതും ക്യാരറ്റ്. ഓക്കെ. എണ്ണ, സ്വല്പം എണ്ണ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് എല്ലാ ഇതിലും സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്യുവേ. അപ്പം ഗ്രേപ്സ് മിക്സ് വേറെ ഡിഫറെൻ്റ് ആണ്. എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അത് അതിലും ഇടും, അതിന് മിക്സ് ആവും. ഓക്കെ. അതിന് അത് ഇടും, ഇതിലോട്ടേക്ക് ഇടും, മിക്സ്. അതിടും, മിക്സ്. ക്യാരറ്റിൽ മിക്സ് ചെയ്യും, അത് വീണ്ടും ഇതിലിടും, മിക്സ്. അപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് ആയിരിക്കുവേ. അത് ഒന്നും അതിലോട്ടേക്ക് ഇടത്തില്ല, മറ്റേ ഇതിലോട്ടേക്ക് അങ്ങ് ഇടത്തില്ല. ഓക്കെ. എല്ലാം സെപ്പറേറ്റ് ആണ്. ഇനി ടെസ്റ്റർ ആണ്. ടെസ്റ്റർ സത്യം പോലെ പറയണേ. കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളുവേ. ഇനി അതെല്ലാം അതിലോട്ടേക്ക് മിക്സ് ഇടുക. ഓക്കെ. മിക്സ്. ആ എണ്ണയല്ല കേട്ടോ, വെള്ളമാണേ. ഓക്കെ. അത് ക്യാരറ്റിലിടുന്നു. ക്യാരറ്റ് ഒന്നുകൂടെ കുറച്ചുകൂടി ഇടുന്നു. മിക്സ്. ഗ്രേപ്സ് അച്ചാറ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ക്യാരറ്റിൽ കുറച്ചുകൂടി ഇടുവോ? ക്യാരറ്റിലല്ല, ഇതിലിടുവാണേ. വെളുത്തുള്ളിയിൽ കുറച്ച് വിനെഗർ ഇട്ടു.